മന്ത്രിയുടെ രാജി ആവശ്യം ന്യായമോ എന്നാണ് ചോദ്യം. ജിമ്മി. PK അബ്ദുറഹ്മാൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു പണ്ട്, വിദ്യാഭ്യാസ മന്ത്രി. അന്ന് പച്ച ബോർഡ് ചില അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ചില സ്കൂളിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് BJP വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നു, മുസ്ലിം ലീഗ് അതിനെ പച്ചവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വിമർശനവും കോലാഹലവും ഉണ്ടായി. ഈ പറഞ്ഞ വരി പറഞ്ഞെന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ്. അപ്പോൾ ഈ രാജി ആവശ്യപ്പെടുക എന്നുള്ളത് ഏത് ചെറിയ കാര്യത്തിലും രാജി ആവശ്യപ്പെടുക, ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്, ഇന്ത്യയിലെ മൊത്തം രീതിയുമാണ്. ആ ബഹളം നടക്കട്ടെ, ആ ബഹളം അതനുസരിച്ചാണെങ്കിൽ മന്ത്രിയുടെ രാജി 10 പ്രാവശ്യം ആവശ്യപ്പെടാനുള്ള സമയമായി. കാരണം ഇത് നമ്മുടെ നാട്ടിലെ രീതിയാണ്. പക്ഷേ കേരളത്തിൽ ഇതുവരെ 7 പേരാണ് ഈ ബഹളത്തിൻ്റെ പേരിൽ ആരും രാജിവെച്ചിട്ടില്ല. കോടതി ആവശ്യപ്പെട്ട് കോടതി പരാമർശത്തിൻ്റെ പേരിലാണെങ്കിൽ രാജിവെക്കും. കെ കരുണാകരൻ 2 പ്രാവശ്യം രാജിവെച്ചിട്ടുണ്ട്, R ബാലകൃഷ്ണൻ 2 പ്രാവശ്യം രാജിവെച്ചിട്ടുണ്ട്, KM മാണി 1 പ്രാവശ്യം, ശ്രീ ഗംഗാധരൻ 1 പ്രാവശ്യം, തോമസ് ചാണ്ടി 1 പ്രാവശ്യം, പിന്നെ രാമേന്ദ്ര മാസ്റ്റർ അത് വലിയ വിവാദമായ രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പിന്നെ കോടതി തന്നെ പറഞ്ഞ രാജി. അങ്ങനെ 7 രാജികളുണ്ടായിരുന്നു. AK ശശീന്ദ്രൻ രാജിവെച്ചിട്ടുണ്ട്. അതെ, ഇ.പി. ജയരാജൻ. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ രാജി ആവശ്യം ന്യായമാണോ എന്ന് ചോദിച്ചാൽ ഈ രാജി ആവശ്യം എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ രാജി ആവശ്യപ്പെടുന്നതിൽ ഒരു കുഴപ്പമില്ല. അതാണ് നമ്മുടെ നാട്ടിലെ രീതി. ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട്, കോൺഗ്രസും അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്തുള്ളത്, ഈ കാര്യത്തിൽ ഇന്നലെ മന്ത്രി എന്തെങ്കിലും കുഴപ്പം കാണിച്ചതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു എന്നൊരു നിലപാട് എനിക്ക് ഇന്നലെയുമില്ല, ഞാൻ ഇന്നും ആ നിലപാട് എടുക്കുന്നില്ല. പക്ഷേ അതിനുശേഷം എന്താണ് നടന്നത്? 2013 കടലാസിനെക്കുറിച്ച് നേരത്തെ ഡോക്ടർ അരുണും പറഞ്ഞു. ഈ 2013 രേഖ മന്ത്രി പറഞ്ഞ പ്രകാരമാണെങ്കിൽ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, സീലിംഗ് അടർന്ന് വീഴും, കെട്ടിടമേ തകർന്ന് വീഴും എന്നുള്ളതല്ല ഈ ആദ്യത്തെ കടലാസ്. പോട്ടെ, പക്ഷേ എന്നാൽ ആ കടലാസൊക്കെ എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ആവശ്യപ്പെട്ട ഒരു കാര്യം, ശരി, ഒരു കെട്ടിടം അപകടാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ കടലാസുകളെല്ലാം കൊണ്ടുവന്നല്ലോ. കേരളത്തിൽ എത്ര ആശുപത്രി കെട്ടിടങ്ങൾ ഇതുപോലെ അപകടാവസ്ഥയിലുണ്ട്? അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കുമോ? അത് പുറത്തു വിടുമോ? ഇന്ന് വൈകുന്നേരമാകുന്നു, ആ വഴിക്ക് ഒരു ശ്രമം പോലും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവ് അങ്ങനെയാണ്. ഒരു സർക്കാർ, ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അത് ചെയ്യേണ്ടിയിരുന്നത് അതല്ല ചെയ്തത്. പകരം അവർ ചെയ്തത് ഈ വിഷയത്തിൽ മരിച്ചുപോയ ആ സ്ത്രീയുടെ കുടുംബത്തെ സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. മന്ത്രി പോകുന്നു, മന്ത്രി പണം കൊടുക്കേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ വലിയ തുകയുടെ കോമ്പൻസേഷൻ സർക്കാർ ചെയ്യാൻ പോകുന്നു, അത് അവരെ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇന്നലെയും ഇന്ന് രാവിലെയും മന്ത്രിക്കെതിരെ വലിയ വിമർശനം നടത്തിയ ആ കുടുംബത്തെ സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഈ വിഷയം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ എന്താണ് ചെയ്തത്? അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ല ആളാണ്, അദ്ദേഹം കിടിലമാണ് എന്ന് പറഞ്ഞ് അവിടെയും അദ്ദേഹത്തെ സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞ വിഷയത്തിൻ്റെ ക്രച്ചിലേക്കല്ല ആദ്യം പോയത്. ഇവിടെയാണ് എനിക്ക് സർക്കാരിനോടും ആരോഗ്യ വകുപ്പിനോടും മന്ത്രിയോടുമുള്ള പ്രശ്നം. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങൾ സംസ്ഥാനത്ത് ഇതുപോലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളെക്കുറിച്ച് ഒരു കണക്കെടുപ്പിന് നിർദ്ദേശം കൊടുക്കണമായിരുന്നു, അതിൻ്റെ കണക്കെടുക്കണമായിരുന്നു, അത് ജനങ്ങളോട് പറയണമായിരുന്നു. അത് ചെയ്തില്ല. എന്തുകൊണ്ടാണത് ചെയ്യാത്തത് എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ അവരുടെ കുടുംബത്തോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഈ കാര്യത്തിൽ ഞങ്ങൾ എന്താണ് ഇനി ഉടനെ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയണമായിരുന്നു. ആ പറച്ചിലുണ്ടായില്ല. മറ്റൊരു കാര്യം, ഈ ഡോക്ടറുടെ കാര്യത്തിൽ ഡോക്ടർ വിഷയം ഉന്നയിച്ച് വളരെ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ സൂചി മുതൽ മറ്റേ സ്റ്റെൻറ്റ് വരെ, സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് മുതൽ ആശുപത്രിയിലിരുന്ന സർജറിക്ക് പോകുന്ന ഡ്രസ്സ് വരെ, ഇത്തരം സാധനങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് നമ്മുടെ ഡോക്ടർ ഹാരിസിൻ്റെ പറഞ്ഞതിലൂടെ കാര്യങ്ങൾ വെളിവന്നതാണ്. നിങ്ങൾ ഡോക്ടറെ സെറ്റിൽ ചെയ്യുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഒരു 10-20 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് ഈ മന്ത്രിയുടെ കാലത്ത്, കഴിഞ്ഞ 10 വർഷമാണെങ്കിൽ LDF സർക്കാരിൻ്റെ കാലത്ത് നിലവിലിരുന്നതാണല്ലോ. അത് പരിഹരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? അത് ഈ 10 വർഷമായി ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ 9 വർഷവും LDF ഗവൺമെൻറ്റാണ്. ഈ കഴിഞ്ഞ 4 വർഷം മന്ത്രി വീണ ജോർജാണ്. അപ്പോൾ നടപടി എടുക്കേണ്ടത് സിസ്റ്റം പ്രശ്നമാണെന്ന് പറഞ്ഞാൽ മതി. സിസ്റ്റം മാറണ്ടേ? ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ള ഫയൽ മൂവ്മെൻറ്റാണ് പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം. അത് വെറുതെ പറയുന്നതല്ല. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പോയിൻ്റ് നമ്പർ 514, അതിൽ അവർ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന കാര്യം, മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ അവകാശം നൽകും. 4 വർഷം കഴിഞ്ഞു, എവിടെ പോയി? ഞാൻ മനസ്സിലാക്കുന്ന 2016 പ്രകടന പത്രികയിലും ഇത് തന്നെ ഉണ്ടായിരുന്നു. എവിടെ പോയി? എൻ്റെ പ്രശ്നം ഒരു രോഗി മരിച്ചതിന് മന്ത്രി കൂട്ടുന്നു എന്നുള്ളതല്ല. എൻ്റെ പ്രശ്നം ഡോക്ടർ പറഞ്ഞ ഒരു പ്രോബ് ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചു കൊടുത്തില്ല എന്നുള്ളതുമല്ല.
പക്ഷേ ഈ രണ്ട് വിഷയങ്ങളിലൂടെയും പുറത്തു വരുന്ന കാര്യമുണ്ടല്ലോ, ആ കാര്യത്തോട് നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? നിങ്ങൾ എന്താണ് പ്രതികരിച്ചത്? നമ്മുടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നെ ഓഫീസിൽ വിളിച്ചു വരുത്തി ശാസിച്ചു. കാരണം ഒരു രോഗിയോട് ഞാൻ മര്യാദയ്ക്കല്ല പെരുമാറിയെന്ന്. ആരാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറി? ഒരു മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ അയാളുടെ ഓഫീസിൽ വിളിച്ച് വരുത്തി വിമർശിക്കാൻ, വഴക്ക് പറയാൻ? ഇയാൾ ആരാ? ഇതിലെന്തോ നടപടിയുണ്ട്? ഇതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഡോക്ടർമാരെ വിളിച്ച് ഇതുപോലെ തെറി പറഞ്ഞു കാണും? ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ തുടർന്നുള്ള നടപടിയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. പിടിക്കപ്പെട്ടല്ലോ, നിങ്ങളുടെ ഭാഗത്തായ നിങ്ങളല്ല ഇത് തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പ്രശ്നം നിങ്ങളുടെ മുമ്പിലാണ്. രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻസ് നിങ്ങളുടെ മുമ്പിലുണ്ടായി. പക്ഷേ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതോടൊപ്പം ഈ ഹോസ്പിറ്റൽ 1 മാസത്തിന് ശേഷം വരാനിരിക്കുകയായിരുന്നെന്ന് പറഞ്ഞു. ശരി, ഞാനത് സമ്മതിക്കുന്നതിന് ചില അവസാന മിനുക്കുമണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2024 ഡിസംബറിന് ശേഷം ആ കെട്ടിടത്തിലേക്ക് ഒരു രോഗിയെ പോലും ഇനി അഡ്മിറ്റ് ചെയ്തെന്നും ഈ കെട്ടിടം തകർന്നു വീഴുമെന്ന റിപ്പോർട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്നു അവസാന മിനുക്കുമണികൾ, ഓപ്പറേഷൻ തിയേറ്റർ മുതലായ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഇപ്പുറത്ത് 2024 ഡിസംബറിന് ശേഷം ഈ കെട്ടിടം ഉപയോഗിക്കാനേ പാടില്ല എന്ന അവസാനത്തെ കടലാസും ഇരിക്കുന്നു. ഇതിലേത് തട്ടിനാണ് നിങ്ങൾ വെയിറ്റേജ് കൊടുത്തത്? നിങ്ങൾ വെയിറ്റേജ് കൊടുത്തത് അവസാനത്തെ മിനിക്കുമണിക്ക് ശേഷം. പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അതിനുവേണ്ടി വൈകിച്ചു എന്നാണ്. ഞാൻ അത്രയും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ റിപ്പോർട്ടിരിക്കെ ആ റിപ്പോർട്ട് 2 മന്ത്രിമാർ യോഗം ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിൽ ആ കാര്യം പരിഗണിച്ചില്ല. അതുകൊണ്ട് കെട്ടിടം തകർന്നതിൽ മന്ത്രിമാർക്ക് ഭാഗികമായി ഒരു പങ്കുമുണ്ട്. ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്? ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ മുഴുവൻ കെട്ടിച്ചും കൊണ്ടുപോകുമായിരുന്നല്ലോ മന്ത്രിസഭ, പക്ഷേ വകുപ്പ്. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു ഏറ്റവും അവസാനത്തെ കടലാസ് വേണ്ടെന്ന് വെച്ചതിന് എന്ത് ന്യായമാണുള്ളത്? ഇനി ഇതെല്ലാം ഇരിക്കട്ടെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ രക്ഷാപ്രവർത്തനത്തിന് മന്ത്രിമാർക്ക് നേരിട്ട് പങ്കില്ലെന്നും ഞങ്ങൾ പറഞ്ഞ ഇൻഫർമേഷനാണെന്നും നിങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയോടെ ഉണ്ട്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് രക്ഷാപ്രവർത്തന സ്ഥലത്ത് വന്ന് നിന്നിട്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടന്നു എന്ന് ഇനിയെങ്കിലും പറയരുത്. മന്ത്രിമാർ വെറും കാഴ്ചക്കാരാണ്. നിങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മീഡിയയുടെ മുമ്പിൽ വിളമ്പുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഇന്ന് സമ്മതിച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മന്ത്രി നേതൃത്വം കൊടുത്ത് രക്ഷാപ്രവർത്തനത്തിന് സുഗമമായി നടത്തി എന്ന് പറയാതിരിക്കാനെങ്കിലും, രാജിയൊന്നും വെക്കണ്ട, പറയാതിരിക്കാനെങ്കിലുമുള്ള ഒരു മര്യാദ കാണിക്കണം. ഓക്കെ. Meet the editors.